CPM വടി കൊടുത്ത് അടി വാങ്ങുകയാണോ? പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പോലീസിന് കേസെടുക്കേണ്ടി വരില്ലേ? ചോദ്യങ്ങൾ ഇതാണ്. CPM പ്രവർത്തകനായ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പയ്യന്നൂരിലെ ഭൂരിഭാഗം CPM പ്രവർത്തകർക്കും അനുഭാവികൾക്കും ബോധ്യപ്പെട്ടതാണ്. അതിന് തെളിവാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ എക്കാലത്തെയും ഇളകാത്ത കോട്ടയിൽ നിന്ന് വിജയിച്ചത്. പരാജയപ്പെടുത്തിയതോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സിറ്റിംഗ് MLA TI മധുസൂദനെയും. മധുസൂദനൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ നിന്ന് വിജയിക്കുന്നത് 50,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 500,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തെയും മറികടന്ന് 7,500-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ നിയമസഭയിലെത്തുന്നത്. ഇത് തെളിയിക്കുന്നത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം പയ്യന്നൂരിലെ ഭൂരിഭാഗം ആളുകളും ശരിവെക്കുന്നു എന്നാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7,487 വോട്ടുകൾക്കാണ് UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ മധുസൂദനനെ പരാജയപ്പെടുത്തിയത്. സ്വന്തം ബൂത്തിൽ പോലും മധുസൂദനൻ പിന്നിൽ പോയിരുന്നു. 106-ാം നമ്പർ ബൂത്തിൽ വി കുഞ്ഞികൃഷ്ണന് 292 വോട്ടുകൾ ലഭിച്ചപ്പോൾ TI മധുസൂദനന് ലഭിച്ചത് 207 വോട്ടുകളാണ്. ധനരാജ് ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ CPM തയ്യാറാകാതെ മധുസൂദനനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥി ആക്കുകയാണ് ഉണ്ടായത്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മുൻ സ്പീക്കറും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AN ഷംസീർ പറഞ്ഞത്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് അഭിപ്രായമാണ് CPM കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്ന് സമ്മതിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം CPM നേതാക്കളും. ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം പുകയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വി കുഞ്ഞികൃഷ്ണൻ CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ ആരോപണം പുറത്തറിയുന്നത്. അന്ന് വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് CPM ചെയ്തത്. പിന്നീട് പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന ധാരണ വന്നപ്പോൾ കുഞ്ഞികൃഷ്ണനെ തിരിച്ചെടുത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാക്കി. ഇക്കഴിഞ്ഞ ജനുവരി 22-ന് ഏഷ്യാനെറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ കുഞ്ഞികൃഷ്ണൻ്റെ തുറന്നു പറച്ചിലാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം വീണ്ടും ചർച്ചയായത്. കുഞ്ഞികൃഷ്ണൻ ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടു. എന്നാൽ ഇത് പാടെ നിഷേധിച്ച CPM നേതൃത്വം കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തായ കുഞ്ഞികൃഷ്ണൻ CPMൻ്റെ ഉറച്ച കോട്ടയിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ MLAയുമായി. പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയിൽ പകച്ചുപോയി CPM നേതൃത്വം. പരാജയ കാരണം പാർട്ടി അണികളോടും പ്രവർത്തകരോടും വിശദീകരിക്കാനാവാതെ കുഴങ്ങിയ പാർട്ടി ഇപ്പോൾ ഹൈക്കോടതിയിൽ കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാജയപ്പെട്ട TI മധുസൂദനൻ ഹർജി നൽകിയിരിക്കുകയാണ്. ഹർജി നിലനിൽക്കുമോ എന്നതിൽ പ്രാരംഭവാദത്തിനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുക വഴി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കാണിച്ചെന്നാണ് മധുസൂദനൻ ഹർജിയിൽ പറയുന്നത്. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്നും കള്ളനാണെന്നും മറ്റുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. വിവാദ വിഷയം ഹൈക്കോടതിയിലെത്തിയതോടെ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കോടതിക്ക് കൂടി അവസരം വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായി ഒതുക്കിയ ഫണ്ട് വിവാദം ഇനി പൊതു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഹർജിക്ക് പിന്നിൽ ജില്ലാ സെക്രട്ടറിയുടെ പിടിവാശിയാണെന്നാണ് ഒരു വിഭാഗം CPM നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. ഫണ്ട് വിവാദം ഉണ്ടാവുമ്പോൾ പിണറായി സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. കാലം മാറി, ഭരണം മാറി, UDF അധികാരത്തിൽ വന്നു. UDFൻ്റെ പിന്തുണയോടെ കുഞ്ഞികൃഷ്ണൻ MLAയുമായി. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്നും താൻ കളവ് പറഞ്ഞിട്ടില്ലെന്നുമാണ് കുഞ്ഞികൃഷ്ണൻ MLA പറയുന്നത്. ആര് പറയുന്നതാണ് സത്യം? ഏതായാലും അന്വേഷണം നടന്നാലേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് സൂചന. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നാണ് അറിയുന്നത്. ഒരുവിധം കെട്ടടങ്ങിയ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് വടികൊടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമാകുമോ എന്നാണ് പയ്യന്നൂരിലെ പാർട്ടി പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.